ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ കുറച്ച് പാവയ്ക്കയും പയറും ചീരയായിട്ടൊക്കെ ഉള്ള മൽപ്പിടുത്തോണിന്ന് നടക്കാൻ പോണതേ. ആകെപ്പാടെ 2 പാവയ്ക്കയെ കാച്ചുള്ളൂ കേട്ടോ. ഒരു മൂടെ നമ്മൾ നട്ടിട്ടുള്ളായിരുന്നു. നല്ല മണം. നമുക്കങ്ങനെ വലിയ കൃഷിയൊന്നുമില്ല, എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നടാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കാച്ച് കിട്ടണ സംഭവമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും അധികം മരുന്നും വളമൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ കായ്ഫലമൊക്കെ വളരെ കുറവാണ്. എന്നാലും ഉള്ളത് സൂപ്പറാണ്. നമുക്ക് കൂടുതലൊന്നും വേണ്ട. 6 പയറും 2 പാവയ്ക്ക ഉണ്ടെങ്കിൽ ഒരു ദിവസം ലാവിഷായിട്ട് നമുക്ക് കഴിഞ്ഞു പോകും. നമ്മൾ 4 വരെ ഉള്ളേ. ഇത് പച്ച ചീരയാണ്. ഇത് നമ്മൾ നട്ടതല്ല, ഇത് അവിടെ കിടന്ന് തന്നെ പൊടിച്ചതാണ്. എന്നാലും 3-4 മൂടുണ്ട് അവിടെ. ഇത് നമുക്ക് ഓണത്തിന് പഞ്ചായത്തിൽ നിന്ന് എത്തിയ വിത്തുകളാണ്. ഒരുപാട് നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ 1-2 മൂടൊക്കെ നട്ടിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കാച്ചു വരുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പേരും കൂടെ ഇന്നത്തെ പാചകം. എന്ത് പറ്റിയാന്തോ മുഖത്തിനൊരു ഗൗരവം. ഇടതുവശം ചേർന്നാണ് എണീച്ചതെന്ന് തോന്നുന്നു. പിച്ചാത്തി കൈയിരിക്കണോണ്ട് ഞാൻ അടുത്തൊന്നും പോയില്ല, ദൂരോട്ട് മാറി. അടുത്ത പയറരിയൊക്കെ എൻ്റെ ഊഴമായി. എവരെയൊക്കെ വിചാരം നമുക്കെന്ന് തോന്നുന്ന അറിഞ്ഞുകൂടുന്നതാണ്. എവരൊക്കെ അറിയണേക്കാളും നല്ല സൂപ്പറായിട്ട് നമ്മൾ അരിഞ്ഞു കൊടുക്കും. ഒരു ഉപയോഗം ഇല്ലെങ്കിൽ 8-9 കൊല്ലം ഗൾഫിൽ കിടന്നതാണേ. അതുകൊണ്ട് അരിയാനും പറക്കാനും മീൻ കെട്ടിക്കാനും പഠിച്ചു. അത് എന്നെ പോയൊരു നേട്ടം. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി എടുത്തതുകൊണ്ടായിരിക്കും ആ എണ്ണയിലങ്ങോട്ട് വീണപ്പോൾ ഒരു മണം അങ്ങ് അടിച്ച്. എൻ്റെ പൊന്നോ. അപ്പോൾ ചങ്കുകളെ, നമ്മളെ കറികളും ഇന്നത്തെ ഊണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് അയലക്കറിയും കൂടെ ഉണ്ട് കേട്ടോ. കിടിലം അയലയാണെന്ന് ഇവിടെ കൊണ്ടുവന്നത്. സൂപ്പർ അയലയായിരുന്നു. അയലക്കറി ഒരു ശകലം കൂടെ വറ്റാണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രയും റെഡിയായി വന്നപ്പോഴത്തേക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, കൺട്രോൾ പോയി. അപ്പം ഞാൻ തുടങ്ങിയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതുപോലുള്ള ഉടായിപ്പ് വീഡിയോയും വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.